5 വർഷമായിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഒരു വികസനം നടന്നല്ല. പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ എന്തായാലും അങ്ങനെ പറയുള്ളൂ. അതുപോലെ രാഷ്ട്രീയത്തിൽ 2 വ്യത്യസ്ത ധ്രുവങ്ങളാണ്. പക്ഷേ ഒരു പറമ്പിൽ വീട് വെച്ച് താമസിച്ച് വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഈ ഏട്ടൻ്റെയും അനിയൻ്റെയും വിശേഷങ്ങൾ കാണാം. ഇനി നിങ്ങളിൽ ആരാണ് ആദ്യം രാഷ്ട്രീയത്തിലേക്ക് വന്നത്? പബ്ലിക്കായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഒരു മുൻ കൗൺസിലർ കൂടിയായിരുന്നു. 2015-20 ഞാനാണ്. സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ KSUവിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആർട്ട് കോളേജിൽ പഠിച്ച ഇത്ര അങ്ങനെയാണ് ബേസിക്കായിട്ട്. സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ്. ഇപ്പോൾ സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തന മേഖല എന്ന നിലയ്ക്ക് നമുക്ക് മുഖ്യധാരയിലുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്കൊക്കെ സഹായിക്കാനും ഒക്കെ നല്ല ഇടപെടൽ നടത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഈ ഇലക്ഷൻ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഭാഗം കൂടിയാണ്. ഞങ്ങൾ 2 ആശയങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ, പക്ഷേ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ ചേട്ടനനിയുമാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഇതിലൊരു രസകരമായി തോന്നുന്നൊരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ നാട്ടുകാരടുത്തുനിന്ന് വോട്ട് ചോദിക്കും, വീട്ടുകാരടുത്തുനിന്ന് വോട്ട് ചോദിക്കുമ്പോൾ ആ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും? വീട്ടുകാരുടെ വോട്ട് ചോദിക്കുമ്പോൾ അത് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ എൻ്റെ വോട്ടർമാർക്ക് ആ വാർഡിലാണ്. ഇപ്പോൾ ചേട്ടൻ്റെ വോട്ടർമാരാണ് ഇവിടെ ഉള്ളത്. ഈ വോട്ട് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വത്തിൻ്റെ നമ്മുടെ ഒരു സംവിധാനാവകാശം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു സംഭവം കൂടിയാണ്. അത് അവരുടെ ഇഷ്ടത്തിന് വിടാം. നമ്മളൊരു ആരും നിർബന്ധിക്കില്ല, വോട്ട് ചെയ്യാൻ നിർബന്ധിക്കില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഒരു വികസനം നടന്നല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജനത്തിനറിയാലോ കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ എന്തായാലും അങ്ങനെ പറയുള്ളൂ. അതുപോലെ അത് അങ്ങനെ തന്നെ കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്കമാലി നഗരസഭയിൽ വികസനം എന്ന് പറഞ്ഞാൽ ഇവിടെ കാലകാലങ്ങളായിട്ട് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. 1-2 പ്രാവശ്യം മാത്രമാണ് LDFന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന ഒട്ടനവധി വികസനങ്ങളും കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. വികസനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ സമയം കണ്ടത്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി വളരെ ചുരുക്കം സമയം അവർ ചിലവ് ചെയ്തിട്ടുള്ളൂ. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് പൊതുജനത്തിനൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഇനി എത്ര വെള്ളം കുഴിച്ചാൽ നോക്കിയാലും അത് നടക്കുന്നത് തോന്നല്ല. മറുപടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എടുത്തു പറയാൻ രീതിയിൽ MLA സപ്പോർട്ട് വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. MLA നഗരസഭയുടെ വികസനത്തിന് 3 ചെയർമാൻമാരെന്ന് പറഞ്ഞ സീനിയോറിറ്റിയുള്ള ആളുകളാണ്. 3ഉം അവർക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതിന് പേരാതെ ഒരു കറപ്ഷൻ ഇല്ലാത്ത രീതിയിൽ 3 പേരും നന്നായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നു. കറപ്ഷൻ ഇല്ലെന്നാ പറയുന്നുള്ളതാണ്. കറപ്ഷൻ ഇല്ലയെന്ന് സുബ്രൻ പറഞ്ഞ് അത് സുബ്രൻ്റെ നിലപാടാണ്. ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്തു പറഞ്ഞാലും മുഖവിലക്കെടുക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു ചെയർമാൻ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടമാനം പരാതികൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്തിട്ട് വേണം അതിന് പേപ്പർ വർക്കുകൾ ശരിയാക്കി എടുക്കാൻ കാലാവധി ഉണ്ടല്ലോ. രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയാൽ ചൂട് കൂടും, വിമർശനം കൂടും, ചിലപ്പം ഇവരെ ബന്ധം വഷളായേക്കും. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഇതാണെങ്കിലും 2 പേർക്കും വിജയാശംസകൾ. ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം മൂസ്നാസു, മീഡിയ 1, കൊച്ചി.